ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോകട്ടോ. ഒരു അടിപൊളിയായിട്ടുള്ള ചെടിച്ചട്ടി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പറ്റുമോ. ഒരു ഓട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരു അടിപൊളിയായിട്ടുള്ള ചെടിച്ചട്ടിയാണ് നിങ്ങൾക്ക് മുന്നിലായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോട്ട് പോകുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങൾ ഇറക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഓടിട്ട ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഓട് ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പറയുന്നത് ഓട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഓട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓട് ക്ലീൻ ചെയ്യാം. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഓട് ക്ലീൻ ചെയ്യണം കേട്ടോ ആദ്യം തന്നെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓടൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഒരു ഇത് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ത്രികോണത്തിലാണ്. അപ്പൊ ത്രികോണത്തിലായിട്ട് നമുക്ക് 3 ഓടാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ 3 ഓട് നമുക്ക് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം. ഇതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ചെടിച്ചട്ടി നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളൊരു ത്രികോണത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോട്ടോ. അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കഴുകിയാന്ന് മാത്രമായിട്ടോ. പിന്നെ ഓട് എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, ഓട് പൊട്ടാതെ നിങ്ങൾ ഉപയോഗിക്കുക. കഴുകുന്ന സമയത്തൊക്കെ നിങ്ങൾ സൂക്ഷിക്കട്ടോ. ഓക്കെ, നമ്മളിതുപോലത്തെ 3 ഓട് ഫസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലേ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷനിൽ പ്രത്യേകം നിങ്ങൾ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യട്ടോ, മറക്കരുത്. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം. നമ്മുടെ ഓട് ഇവിടെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാ. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഓട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഒരു ചെടിച്ചട്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, നമ്മളൊരു ത്രികോണത്തിലായിട്ടുള്ള ഒരു ചെടിച്ചട്ടി ആട്ടാ. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഓട് നമുക്ക് ലോക്ക് ചെയ്യേണ്ടതുണ്ട്. ഓട് ലോക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇതുപോലെ എടുക്കുക. എടുത്തതിന് ശേഷം ഈ ഒരു ഫസ്റ്റത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ഈ ഒരു ഭാഗത്തിട്ട് മറുഭാഗത്തെ ഓട് നമ്മൾ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇത് ഇതുപോലെ തന്നെ ലോക്ക് ചെയ്യാം. ഈ ഓടിവിടെ ലോക്കായി. അതിന് ശേഷം നമ്മുടെ 3ാമത്തെ ഓട് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ഇതേ ത്രികോണത്തിൽ വെച്ച് കൊടുക്കാം. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അവിടെ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെയ്യാം. അതിനുശേഷം കുറച്ച് നീക്കിയതിന് ശേഷം ഒന്ന് ടൈറ്റാക്കാം. മതി. കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. ഈ ഓട് എന്തിനാ കെട്ടുന്ന വെച്ചാൽ ഇത് നീങ്ങി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓട് ഒരു ത്രികോണത്തിലായിട്ട് സെറ്റ് ചെയ്യാന്നല്ല കേട്ടോ. ഓക്കെ, നമ്മളൊരു വിടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ, ഓടിന് ചെറിയ വിടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ത്രികോണത്തിൽ സെറ്റ് ചെയ്യട്ടെ. നല്ലതുപോലെ തന്നെ കറക്റ്റായിട്ട് ത്രികോണത്തിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് കെട്ടി വെക്കണം. അതിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അടിയിൽ നമ്മളൊരു എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ എന്തെങ്കിലും ഷീറ്റ് എന്തെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. കാരണം നമ്മൾ സിമെന്റ് ഇടുന്ന സമയത്ത് അടിയിൽ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചാക്കോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിൽ മാത്രമേ നമ്മൾ ഇതുപോലെ തന്നെ ഓട് കറക്റ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കെട്ടി കൊടുക്കണം കേട്ടോ. കാരണം കെട്ടി കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഓട് ചിലപ്പോൾ ഇളക്കും കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ വെറുതെ ആയി പോകട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നല്ല കെട്ടി കൊടുക്കാം, പവറായിട്ട് കെട്ടി കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി സിമെന്റ് കുഴച്ചെടുക്കേണ്ടതുണ്ട്. സിമെന്റും എംസാൻഡും തമ്മിൽ മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതിലോട്ട് പോവാം. നമ്മുടെ സിമെന്റ് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ സിമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമെന്റും എംസാൻഡും തമ്മിൽ എടുക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുന്നേ ഉള്ള പോലെ തന്നെ 3:1 എന്ന അംശബന്ധത്തിലാണ് നമ്മുടെ സിമെന്റും എംസാൻഡും ഇവിടെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഏകദേശം മിക്സ് ചെയ്യുന്ന ഒരു ഇത് കാണിക്കുന്നില്ല, വീഡിയോ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കിട്ടേണ്ട വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ ഉള്ള ശേഷം കറക്റ്റ് മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ തന്നെ ഒരു കൊള്ളി ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ, ഇതുപോലെ തന്നെ കൊള്ളി ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാം. നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് പോകില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു കൊള്ളി കറക്റ്റായിട്ട് ഇതിനെ എത്തിക്കട്ടോ. അതാണ് നമുക്കിനി ചെയ്യേണ്ട പരിപാടി.
ഇതിൻ്റെ എടയും കാര്യങ്ങളൊക്കെ ഇതിനോട് ശരിയാവുന്ന കേട്ടോ, ദൂരിന് കിട്ടുന്നതാണ്. അപ്പോൾ അതോട് തന്നെ നമ്മുടെ കറക്റ്റായിട്ട് റെഡി ആവും. നമുക്ക് ചെന്ന് വിട്ട് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തും കൂടെ ഒരു ഫ്ലവർ പോട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 ഓട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയതാണ്. വീഡിയോക്ക് വെറുതെ ലെങ്ത് ഉണ്ടാക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തൊന്നും കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് സംഭവം അടിപൊളിയായിട്ട് തന്നെ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ തന്നെ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫ്ലവർ പോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ മനോഹരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫ്ലവർ പോട്ടിലാണ്. ചെറിയൊരു ചെലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അടുത്തിലൂടെ സിമെന്റ് നമ്മുടെ 2 ചെടിച്ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടോ. നമ്മുടെ 2 സൈഡിലായിട്ട് 2 ചെടിച്ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കൈ ഫുൾ സിമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ. അപ്പോൾ ഇവിടെ ഫുൾ 2 ചെടിച്ചട്ടി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉള്ളിലും കാര്യങ്ങളും നല്ല സിമെന്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 2 ദിവസമാണ്, 2 ഡേയ്സ്. 2 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടിച്ചട്ടി ഇവിടെ റെഡി ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് പെയിന്റിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് വീഡിയോ പറ്റുള്ളൂ. അപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്ന് നമ്മുടെ ചെടിച്ചട്ടി എടുത്തിട്ടുള്ള 2ാമത്തെ ദിവസം കേട്ടോ. ഓക്കെ, നമ്മുടെ ചെടിച്ചട്ടി അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കാനുള്ള 2ാമത്തെ ദിവസമാണ് ഇന്ന് കേട്ടോ. ഒരു പ്രത്യേക ദിവസം തന്നെയാണ് ഇന്ന്, 2ാമത്തെ ദിവസമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെടിച്ചട്ടി എങ്ങനെയായി നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്കിത് കാണേണ്ടതുണ്ട്. എന്താവും എങ്ങനെയാവും എന്നൊന്നും ഒരു പിടുത്തില്ല. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ഇതാട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കെട്ടുണ്ടല്ലോ, നമ്മുടെ നേരത്തെ 3 ഓടും കൂടെ സെറ്റ് ആക്കിയിട്ടില്ല ഈ ചെടിച്ചട്ടിയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതൊന്ന് ഊരി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഊരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി. നമ്മൾ ഇതിൻ്റെ കെട്ടൊക്കെ അയച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് പൊഞ്ചൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് അത്യാവശ്യം നല്ല കനം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ഇവിടെ അപ്പോൾ റെഡി തന്നെയാണ്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വർക്കായിട്ടില്ലാത്ത ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിക്കേണ്ടതുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്ന് കുട്ടപ്പനാക്കി സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വർക്കിലൂടെയാണ് അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇട്ടാലോ. നമ്മുടെ പെയിന്റിന് ഇവിടെ വൈറ്റ് പെയിന്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് പെയിന്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് അടിച്ചു കൊടുക്കാനുള്ളത്. ഓക്കെ, എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതുകൊണ്ട് കഴുകി വൃത്തിയാക്കാനുള്ള പണിയൊന്നുമില്ല. പെയിന്റ് അടിച്ചെങ്കിൽ ജസ്റ്റ് പോയാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് അടിച്ചു പോവാം. ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ബാക്കി പിന്നെ ഫുള്ളാക്കിയാൽ മതി. വേറെ ലെവലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുള്ളായിട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സൈഡ് കൊടുക്കേണ്ടതുണ്ട്. അടുത്ത സൈഡ് നമുക്ക് ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കളേഴ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുള്ളായിട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാണ്. അപ്പോൾ ബ്ലാക്ക് എങ്ങനെ ആവുമെന്ന് നമുക്ക് മറന്നും അറിയില്ല. നമുക്ക് വൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ബ്ലാക്കും കൂടി കൊടുത്തിട്ട് നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിക്കുന്നത് കാണാം. നമുക്ക് ബ്ലാക്ക് കൊടുക്കാൻ പോട്ടെ. നമ്മുടെ ബ്ലാക്ക് പെയിന്റ് ഇവിടെ റെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് തുള്ളി ഊമ്പി വെച്ചതിന് ശേഷം തിരിച്ച് മെല്ലെ കൊടുക്കാം. ബ്ലാക്ക് ആകുമ്പോൾ വേറെ വൈബന്നെ ആയിട്ടുണ്ട് സംഭവം. കൈമിലൊക്കെ ഫുള്ള് ബ്ലാക്കും വൈറ്റൊക്കെ കളേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ആകെ എന്തൊക്കെ പോലെ ആയിട്ടുണ്ട്. കൈയൊക്കെ ആകെ വൈറ്റ് ബ്ലാക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്താവുന്നൊന്നും ഒരു പിടിച്ചൊന്നുമില്ല. പെയിന്റ് എടുത്തിട്ട് കൈ കാണാം. പിന്നെ ഇത് ഫുള്ളായിട്ട് നമ്മൾ പെയിന്റ് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഓക്കെ, പിന്നെ വെറുതെ ടൈമിങ്ങിൽ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന പെയിന്റിങ്ങിൽ കൂട്ടുന്നുള്ളൂ. പിന്നെ വീഡിയോയ്ക്ക് വെറുതെ ലെങ്ത് കൂട്ടി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വെറുതെ ഒരു ഡിസ്റ്റർബൻസ് ആവും. ആ ഒരു പരിപാടി നമുക്ക് വേണ്ട കേട്ടോ. നമുക്കൊണ്ട് പറ്റാവുന്നത് എത്ര ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, നമ്മൾ റീപ്ലൈ തരും. വേറെ ലെവലാ. അപ്പം നമ്മൾ വേർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കിനി ഇവിടെ ബ്ലാക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ കൈയൊക്കെ ആകെ കണ്ട് ആയിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ ആകെ കണ്ട് ബ്ലാക്ക് വൈറ്റൊക്കെ ആയിട്ടുണ്ട്. പ്രശ്നമില്ല. അപ്പം നമുക്ക് കൊടുത്തു നോക്കാം. ഇനി കുറച്ചും കൂടെ ചെയ്യാനുള്ള കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് കൂടെ മാത്രമേ ഉള്ളൂ. ബാക്കി 2 സൈഡൊക്കെ ഓക്കെ ആയിട്ടുണ്ട്.
പിന്നെ കുറച്ച് കഷ്ടപ്പാടിൻ്റെയാണ് പെയിന്റ് എടുക്കുക എന്ന് പറയുന്നത്. പെയിന്റ് എടുക്കാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവും, എനിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ താല്പര്യം ഉള്ളവർക്കാണെങ്കിൽ ഇത് ഇഷ്ടത്തിന് അനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പെയിന്റിങ്ങിന് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും അല്ല കേട്ടോ. നമ്മളെ കൊണ്ടാ അറിയാവുന്ന പെയിന്റ് മാത്രം കൊടുത്ത് കഴിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പെയിന്റിങ്ങിന് അത്ര വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴെങ്കിലും കിട്ടിയാൽ കൊടുക്കുന്നല്ലാതെ. എന്നാലും നമ്മളെ കയ്യിൽ നിന്ന് വിത്തൊക്കെ ആയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, നിങ്ങളുടെ കമന്റാണ് നമുക്ക് ഏറ്റവും വലുത്. നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കമന്റാണ് നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാൻ താല്പര്യമായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കമന്റ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് അവസാനത്തെ സൈഡും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്യാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് സൈഡും കൂടെ ഉണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് സൈഡും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് വലിയ സ്മൈലും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് അത്ര കഴിവൊന്നും ഇല്ലെങ്കിലും നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ കുളമായി കഴിഞ്ഞാൽ നമുക്ക് അറിയിക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും വൈറ്റ് കൊടുക്കും. വൈറ്റ് കൊടുക്കുമ്പോൾ വേറെ ലെവലിനായിരിക്കും. അപ്പൊ നമുക്ക് വൈറ്റ് കൊടുത്ത് നോക്കാം. അപ്പൊ അത് അവസാനത്തെ സൈഡാണ്. പിന്നെ നമുക്കൊന്നും പറയാനൊന്നുമില്ല, തുടങ്ങാം നമുക്ക്. പെയിന്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ പെയിന്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ചില ഭാഗങ്ങൾ പെയിന്റിങ് കാര്യങ്ങളൊന്നും അത്ര പിടിച്ചിട്ടുണ്ടാവില്ല, എന്നാലും അത് പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു സൈഡായിട്ടുള്ള ഇവിടെ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നല്ല അതുപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് സൈഡിലും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന രീതിയിനപ്പുറം നമ്മൾ പെയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കിനി നമ്മുടെ ചെടി നമുക്ക് നടേണ്ടതുണ്ട് കേട്ടോ. നമ്മുടെ ചെടി നടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വർക്കിലോട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ മണ്ണും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കതൊക്കെ നടന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ മണ്ണ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല കറുത്ത മണ്ണായിട്ടുള്ള മണ്ണ് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇതിലോട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ്. മണ്ണും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചെടി എടുത്തിട്ടുണ്ട്. ഒരു പറ്റാവുന്ന അത്ര വലിയ ഭംഗിയുള്ളൊന്നുമില്ല. ഓക്കെ, നമ്മൾ നല്ലൊരു ചെടി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് നട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നട്ട് നോക്കുകയാണ്. നമുക്ക് കുറച്ച് മണ്ണ് ഇതിലോട്ട് കൊടുക്കട്ടോ. നമ്മുടെ ഫസ്റ്റ് ചെടിച്ചട്ടി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെടിച്ചട്ടി അങ്ങനെ ഇവിടെ ഫുള്ളായിട്ട് നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ചെടിച്ചട്ടിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ചെടിച്ചട്ടിയും കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോയാലോ? നമുക്ക് ആ ഒരു ചെടിച്ചട്ടിയും കാണട്ടോ. നമ്മുടെ രണ്ടാമത്തെ ചെടിച്ചട്ടിയും കൂടെ നമ്മുടെ ഈ ഒരു ചെടിയും കൂടെ നമ്മുടെ ചെടിച്ചട്ടിലോട് സെറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ചെടിച്ചട്ടിയും കൂടെ വേറെ ലെവൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് കുത്തിയതിനു ശേഷം നമുക്ക് രണ്ടാമത്തെ ചെടിച്ചട്ടിയും കൂടെ നട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ ലെവൽ തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ ഓരോ കമന്റുകൾ നിങ്ങൾക്ക് നല്ല നല്ല കമന്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. എന്നാൽ നമുക്കത് കൂടുതലായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കൂടുതലായിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കമന്റ് അതൊക്കെ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താം. ഓക്കെ, നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്ത് കമന്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, നിങ്ങൾ അതൊക്കെ പോസിറ്റീവ് സൈഡിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് കമന്റ് ആയിട്ട് നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. ഓക്കെ, ഈ വീഡിയോ പരമായിട്ടുള്ള എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേഴ്സണലിൽ അയച്ചാൽ മതി. അപ്പോൾ നമ്മളത് എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെട്ടാൽ മതി, നമ്മളത് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ കാണുന്നത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഗുഡ് ബൈ പറയും.